തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ IAS ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേവസ്വം ബോർഡ് അംഗമായി മുൻ മന്ത്രിയും CPI നേതാവുമായ കെ രാജുവും സത്യപ്രതിജ്ഞ ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനോട് വൈകാതെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് അന്വേഷണ സംഘം വീണ്ടും ആവശ്യപ്പെട്ടു. N. വാസുവിന്റെ പങ്കിനെക്കുറിച്ച് അന്വേഷണ സംഘം കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നു. N. വാസുവിൽ നിന്ന് കൂടുതൽ തെളിവ് ശേഖരിക്കണം. അതിനു മുൻപ് തന്നെ പത്മകുമാറിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത്. കാരണം സാവകാശം തേടിയ സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ അത്തരമൊരു നീക്കത്തിലേക്ക് കൂടെ കടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെ വൈകാതെ തന്നെ ചോദ്യം ചെയ്യും. ഉടൻ തന്നെ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പത്മകുമാറിനെ അനൌദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ അതിന്റെ നോട്ടീസ് നൽകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോടുകൂടി തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. ഈ ചോദ്യം ഒരു പ്രാഥമിക ചോദ്യം ചെയ്യലായിരിക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. ഈ N. വാസുവിനെ 2 ദിവസമാണ് ചോദ്യം ചെയ്തിരുന്നത്. ആദ്യം ഒരു വിവരങ്ങൾ ശേഖരിച്ചു, പിന്നീട് വിശദമായി ചോദ്യം ചെയ്തു, തുടർന്ന് അറസ്റ്റിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതേ ഒരു സമീപനം തന്നെയാണ് പത്മകുമാറിന്റെ കാര്യത്തിലും സ്വീകരിക്കുക. ഈ തെളിവുകൾ പരിശോധിച്ചതിന് ശേഷം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്ക് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്മകുമാറിന്റെയും അറസ്റ്റിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ N. വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനു മുൻപേ ഈ വാസുവിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നലെ വൈകിട്ടോടുകൂടി N. വാസുവിന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ആളുകളെ, ഓഫീസിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് മൊഴി എടുത്തിട്ടുണ്ട്. ഇവർ നൽകിയിരിക്കുന്ന രേഖകളും പരിശോധിച്ച് വരികയാണ്. ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോവുകയും ചെയ്യുക. അങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഒരു നീക്കം നടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ജയകുമാർ ചുമതല ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ അംഗമായിട്ട് കെ രാജുവും ചുമതല ഏറ്റെടുക്കുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ വിവാദങ്ങളെ തുടർന്ന് ഒരു മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. അങ്ങനെയാണ് ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് അതിനൊരു പുതിയ മുഖം നൽകുക എന്നുള്ള ഒരു ചിന്ത വരുന്നത്. എന്തായാലും ഇന്ന് 11 മണിക്ക് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുകയും ചെയ്യും. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.